ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അല്ല, ശരിക്കും ഗുഡ് ആഫ്റ്റർനൂൺ ആണ്. ഇപ്പം സമയം 12:30 മണി അടുപ്പിച്ചായി. അപ്പം ഇന്നലെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കിടന്നപ്പോഴേക്കും നല്ല രീതിക്ക് ലേറ്റായി. ഇന്നലെ ഒരു പ്രീവെഡ് ഷൂട്ട് സുന്ദരപാണ്ഡിപുരത്തായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നത് വരുന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളൊരു വ്ലോഗ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് വ്ലോഗാണ്, അതിൻ്റെതായ പോരാകുറവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം കൂടുതലൊന്നും പറഞ്ഞ് ഞാൻ നീട്ടുന്നില്ല, വ്ലോഗിലേക്ക് പോവാം. ഹായ് ഗൈസ്, നമ്മൊന്ന് ഷൂട്ടിനായിട്ട് സുന്ദരപാണ്ഡിപുരം വരെ പോവുകയാണ്. കറ്റൊന്നുമില്ല, ഇത് ഫുള്ള് എപ്പോഴും ലൈവ് ആയിരിക്കും. ഹായ് ഗൈസ്, നമ്മളപ്പം ഷൂട്ടിനായിട്ട് സുന്ദരപാണ്ഡിപുരം പോവുകയാണ്. പോവാൻ നേരത്ത് കാണുന്ന കാഴ്ച നമ്മുടെ കലക്കം ബോർഡ്, പുതിയ ബോർഡാണ്. പറ്റിക്കപ്പെട്ടു, കുഴപ്പമില്ല, വിഷമമൊന്നുമില്ല. പിന്നെ അവിടെ പണി ചെയ്യുന്ന ബേക്കറിൽ എണ്ണ അത് കഴിഞ്ഞിട്ട് എന്തിനു വേണ്ടി തിളയ്ക്കുന്ന ഓംകാർ. ഹായ് കാണിക്കൂ ബ്രോ. പോവാൻ പൊക്കോളായി. ഓക്കെ, ബൈ. നമ്മള് നേരെ സുന്ദരപാണ്ഡിപുരത്തേക്ക് പോവുകയാണ്. വണ്ടി ആട്ടിട്ട കോപ്പിറൈറ്റ് ഇടുന്നുണ്ടോ? വാട്ടർ ഓഫ് ആക്കി ചെയ്യുന്നത്. കോപ്പിറൈറ്റ് കിട്ടും. നമുക്ക് എണ്ണ അടിക്കണം ഗൈസ്, ഇതിനകത്ത് എണ്ണയില്ല. നമുക്ക് ഇത്ര ലെങ്തില് ഒന്ന് സൂം ചെയ്തിടാൻ പറ്റുമെന്ന് നോക്കാം. ബൈ ക്യാഷ് എന്റെ അറിവില് പറ്റുന്നതാണ് വിശ്വാസം. പറ്റി ഗൈസ്. ക്യൂ ആർ ഇരിക്കുന്ന അവിടെയാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വലിയ കാര്യമൊന്നുമില്ല, എന്നാലും വലിയ കാര്യമൊന്നുമല്ല. ചുമ്മാ ഒരു ഷോ അത്രേ ഉള്ളൂ. കിട്ടി. ക്യാഷ് പെയ്ഡ് ആയിട്ടുണ്ട്. ഒരുപാട് രൂപയ്ക്ക് എല്ലാ മാസം എണ്ണ അടിക്കുന്ന പയ്യനെടുത്ത് ആഗസ്റ്റ് 5-ാം തീയതി തന്നെ ചെലവ് കൂടിയ കാരണം EV എടുത്തിരിക്കുകയാണ്. EV എങ്ങനെയുണ്ട് ബ്രോ? ഈ കലക്കെ ചേതക്ക് EV ആണ് വയ്യ എടുത്തേക്കുന്നത്, കലക്ക വണ്ടിയാണെന്നാണ് പറയുന്നത്. ഹായ് ഗൈസ്, നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. സംഭവം നമ്മൾ തെന്മല എത്തി. ബോർഡ് ചെറുതായിട്ട് കാണിക്കാൻ പറ്റില്ല, ഒന്ന് മിസ്സായി പോയി. അപ്പം നമ്മളിപ്പോൾ തെന്മലയാണുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് തെന്മല കാഴ്ചകൾ കാണാനായിട്ടൊന്നും കാണിക്കാനൊന്നുമില്ല, എന്നാലും നമ്മൾ നോക്കാം. വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. തെന്മലയും ഗൈസ് ഒരു ഫോട്ടോഷൂട്ടിന് പറ്റിയൊരു സ്ഥലമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ സ്ഥലം. അങ്ങോട്ട് കുറച്ച് ഉള്ളിലോട്ട് പോകണം. ലൊക്കേഷൻ കണ്ട് വിത്ത് ഷാനു വർക്കിലാണ്. കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാവുന്നതാണ്. അത് പിന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, മഴയില്ല, ചെളിയാണ്. അത് മറ്റേ മഴ കാരണം സംഭവിച്ചതാണ്. അവിടെ ഷൂട്ട് ഇടുന്നത്. നാളെ വന്ന് ചന്തു, നാളെ വരുന്ന ചന്തു. ഫുഡ് കഴിക്കണം ഗൈസ്, വിശക്കുന്നു. അതെ, സമയമായിട്ടുണ്ട്. ഓക്കെ, അവിടെ കാട്ട് കോപ്പിറൈറ്റ് കിട്ടുമല്ലോ മണിയണ്ണ, കാട്ട് കോപ്പിറൈറ്റ് കിട്ടുമല്ലോ. നിങ്ങൾക്ക് കിട്ടിയൊന്നുമില്ല. തുടങ്ങിയ ചാനലിൽ കോപ്പിറൈറ്റ്. നാളെ ഇത് വലിയൊരു ചാനലായാലും കാര്യമുണ്ട്. ആദ്യത്തെ വീഡിയോ 5-10 വീഡിയോ ഇറക്കിയതാണ്, പക്ഷെ അതൊന്നും ഇടാൻ പറ്റൂല. ഫുള്ള് അപരാധമായി പോയി. അങ്ങനെയാണെങ്കിൽ നിങ്ങളത് കേൾക്കണം. ഈ പയ്യൻ ഭയങ്കര അപരാധം പറയുന്നൊരു പയ്യനാണ് ഈ പയ്യൻ. അതുകൊണ്ടാണ് നമ്മൾ ബാക്കി വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല. കുഴപ്പമില്ല, ഈ വീഡിയോ ആയിട്ട് നമ്മൾ വളരെ സഭ്യമായ ഭാഷയിൽ മര്യാദയ്ക്ക് വീഡിയോ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ആകെ 5-10 പേരാണ് കാണുന്നത്. അതില് ഞാൻ തന്നെ ഒരു 3 അക്കൗണ്ടിൽ കോപ്പറേറ്റ് പ്രശ്നം വരുന്നില്ല. എന്താണ് ചെങ്കോട്ട? ഇതാണോ ചെങ്കോട്ട? ഇതല്ല, ഇനി കാണിച്ചിരുന്നതാണ്. നമ്മളെ ദാസ് ബ്രോ വിളിക്കാണ്. ദാസ് ബ്രോ, ഹായ് ദാസ് ബ്രോ, പറയൂ ബ്രോ. ഹലോ, പറഞ്ഞോ ബ്രോ. ഫ്രെയിം എത്ര രൂപ ഷാനു? 350. എടാ മറ്റേ പയ്യൻ വന്നാ. നിങ്ങളിത് കേൾക്കണം. ഒരു ആശാനെ കണ്ട് എല്ലാ ശിഷ്യന്മാരും അതിനൊക്കെ പഠിക്കുകയാണ്. പ്ലസ് വീണ ചേച്ചി ഷാനുവിന്റെ വൈഫാണ്. അറിവുള്ളവർക്ക് വേണ്ടി നിങ്ങളത് കേട്ടേ പറ്റൂ. ഒരു മനുഷ്യ ഫോൺ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എടുത്തിട്ട് ഒരു കാര്യം പറയുന്നു. അപ്പോഴേ സംസാരമൊന്നുമില്ല, അപ്പോഴേ കട്ട് ചെയ്യാണ്. ഓക്കെ അറച്ചിട്ടൊന്നുമില്ല, സ്പോട്ടി കട്ട് ചെയ്യണം. അതാണ് ഇപ്പൊ ഇവ കാണിച്ചത്. ഞാൻ ഒരു കാര്യം പറയാൻ വന്നപ്പോ ഇവ അതിന് കട്ട് ചെയ്തു. ഇത്
ഇത് എല്ലാ എണ്ണത്തിനും ഞാൻ അങ്ങനെ ഏറെ നേരത്തെ യാത്രക്കിടയിൽ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരിടത്ത് നിർത്തി. ഇവിടുത്തെ ഭയങ്കര ഫേമസ് ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളിവിടെ വന്ന് നിൽക്കുന്നത്. ഹരി ബിരിയാണി ഹൗസ്. ഇതാണെന്ന് തോന്നുന്നു കടയുടെ ഓണർ ഹരി എന്ന് പറയുന്നത്. ഹരി ചോദിക്കും അതെ പയ്യൻ വന്നു. അപ്പൊ ഇത് നമുക്ക് തമിഴ് തെറിയത് എന്നാ തമിഴ് தெரியாது. இங்க எந்தெந்த வெரைட்டி இருக்கு? ആ പോയിട്ടോ. ഇതാണ് എന്താ ഇത്? ചിക്കൻ ബിരിയാണി. ആ കലക്ക് കലക്കൻ അതെ. 65 ചിക്കൻ ബിരിയാണി. എനിക്കൊന്ന് കോംബോ ആയിരിക്കണം അത്. 200 രൂപയ്ക്ക് ഇവിടെ ഒരു പയ്യൻ കയർ ഒട്ടിക്കണം വിശക്കണമെന്നും പറഞ്ഞു. വിശക്കുന്ന കായ്. തൈറോണം തൈറോണം അവസാനത്തിന് തൊട്ട് മുന്നത്തേണ് തൈറോണം. നമ്മളിതാ ഇത് ഈ ഒരു സാധനമാണ് ഓർഡർ ചെയ്തിരിക്കണ ഗൈസ്. ലാവേഷ് ഇത് വായിക്കണമെന്ന് നമുക്കറിയത്തില്ല. വരുമ്പോ അറിയാം എന്തൊക്കെ ഉണ്ടെന്ന്. എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഇതാണ് കോംബോ ബിരിയാണി. ആ ഗൈസ്, അപ്പൊ നമ്മൾ സ്ഥലത്തെത്തിയിരിക്കണം. ആ സ്ഥലത്ത് നമ്മള് ഈ സൂര്യകാന്തി പാടം കാണാൻ പോയാണ്. നമ്മള് പോവാൻ ഉദ്ദേശിച്ച സ്ഥലത്തോട്ടല്ല പോയത്. വേറൊരു പാടം, ഇവിടെ അടിപൊളി ഒരു പാടം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവിടെയാണ് നമ്മളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മണിയും കൂടെ സൂര്യാതിയുടെ പാടത്തേക്ക് നടന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം വേറെ കുറെ നല്ല വ്യൂകളൊക്കെ ഉണ്ട്. ചോളമാണ് ഗായ്സ്. ചോളം കഴിഞ്ഞതിന് ശേഷമാണ് അതെ ചോളക്കാട്ടിലൂടെയാണ് നമ്മൾ പോണത്. ചോളക്കാട്ടിലൂടെ പോയി നേരെ സൂര്യകാന്തി കാണാൻ പറ്റുമെന്നാണ് ഇവിടെ ആൾക്കാർ പറയുന്നത്. 2 പയ്യന്മാര് നേരത്തെ പോയായിരുന്നു. പയ്യന്മാരെ കണ്ടില്ല. പിന്നെ നടക്കാൻ പിന്നെ കുറച്ച് വെള്ളമായതിന് കുഴപ്പമില്ല. നമ്മൾ കുറച്ചൊക്കെ നടന്നോളൂ. പക്ഷെ ഗായ്സ് അത്യാവശ്യം ഓക്കെയാണ് ഗായ്സ്. വിഷയാവും സൂര്യന്റെ പടം. മാമാരൊക്കെ ഇപ്പൊ ഉണ്ട്. ഇതാണ് വഴി. ഈ വഴി വന്നു ചോളം ഗായ്സ്. അത് കഴിച്ചതുകൊണ്ട് ഇതാണ് നമ്മളെ സൂര്യകാന്തി നിൽക്കുന്ന സ്ഥലം. അത്യാവശ്യം കുറച്ചേ ഉള്ളെങ്കിൽ നൈസാണ്. കൊള്ളാം, കാണാൻ കൊള്ളാം. ഡേഞ്ചർ സോണില് പ്രാവിനെയാണ് കെട്ടിയത്. ഷാനുണ്ണ ഗൈസ്, നിങ്ങൾ ഇത് കേൾക്കണം. ആദ്യമേ കല്യാണം ഒരു വർക്ക് എടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാ ക്യാമറയുടെ എല്ലാ ഫുട്ടേജിലും ഷാനു വീഡിയോഗ്രാഫി എല്ലാ ഫ്രെയിമിലും കാണും. അത് ഏറ്റവും കൂടുതൽ ബലിയാടാണ് ഈ പയ്യൻ. നോക്കി നടന്നില്ലെന്നുണ്ട് ഇവിടെ ഉറപ്പായിട്ട് വീഴും ഗൈസ്. നമ്മൾ വിചാരിക്കും ഈ വരമ്പിന് നല്ല ഡിസ്റ്റൻസ് ഉണ്ടെന്ന്. പക്ഷേ വളരെ കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ. ഒരു വട്ടം വീണ് കഴിഞ്ഞാൽ 3 വട്ടം വീഴും. അങ്ങനെ കണക്ക്. കാലിൽ 2,000 വയ്ക്കും, വീണ്ടും വീഴും. പിന്നെ 3,000 വയ്ക്കും, വീണ്ടും വീഴും. ഷാനുണ്ണൊക്കെ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ മലയാളി ലുക്ക് ഉണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ബംഗാളി ലുക്ക് ആവും ഗൈസ്. ഫോക്കസ് പിടിക്കുന്നില്ല പണിയെന്നാ ക്യാമറ. ഓക്കെ ഗൈസ്, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ ഫൈനലൈസ് ചെയ്തിട്ട് ഉടനെ വരാം സുഹൃത്തുക്കളെ. അപ്പൊ നമ്മളിതാ ഇവിടുത്തെ പാടവും കാര്യങ്ങളൊക്കെ നോക്കി ഒരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതാ തിരിച്ച് വെയില് താന്നിട്ട് വരാനുള്ള സെറ്റപ്പിലാണ്. കാര്യം ഇവിടെ നല്ല രീതിക്കുള്ള വെയിലടിക്കുന്നുണ്ട്. നമ്മൾ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കരിയും. പക്ഷെ നൈസാണ് കേട്ടോ ഗൈസ്. ഫുള്ള് താണ്ട് ഇവിടെയൊക്കെ ചീരപ്പഴം. ഇതൊക്കെ ചീരയാണെന്ന് തോന്നുന്നു ഗൈസ്. ചീരയാണ്. ഇതെന്താ ചീരയാണോ? ആ കിഴങ്ങാണ് ഗൈസ്. ഉള്ളിയാ ഗൈസ്. നിങ്ങൾ ആ ഇവിടെ ഒരുപാട് ഗൈസ് അങ്ങനെ ഒരുപാട് ഇതുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക ഗൈസ്. അയ്യോ ഇതിൽ ഏതാ വഴി? ഇങ്ങോട്ടായിരിക്കും വഴി. യെസ്, നമുക്ക് വഴി തെറ്റിയോന്നൊരു സംശയം.
എത്തിക്കാണ് സുന്ദരായിട്ട് ഗ്രൂം റൈഡൊക്കെ വരുന്നുണ്ട്. പ്രോപ്പർ സുന്ദരപാണ്ടി പോലും അല്ലല്ലേ ഗായ്സ് നാക്കൊടക്കും ഗായ്സ്. അങ്ങനെ നമ്മള് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം വെയിലൊക്കെ ഒന്ന് ക്യാമറ എടുത്തില്ല ഗൈസ്. അപ്പൊ നമ്മളിതാ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഫോട്ടോസ് ആണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാം. ക്ലൈന്റ് അവിടെ നിൽക്കുകയാണ്. ക്ലൈന്റ് അത്യാവശ്യം ഓക്കെയാണ്. ക്ലൈന്റ് അത്യാവശ്യം നല്ല ഹാപ്പിയാണ്. ഫോട്ടോസ് ഒക്കെ കാണിച്ചു കൊടുത്തായിരുന്നു. ക്ലൈന്റ് ഓക്കെ കുറച്ച് നോക്കാം. ഗൈസ് അപ്പോൾ ഇവിടെ വന്ന സമയത്ത് നല്ല വെയിലുണ്ടായിരുന്നു. ഇപ്പം വെയിൽ കുറവുണ്ട്, നല്ല വെയിൽ കുറവുണ്ട് ഗൈസ്. കാറ്റുമുണ്ട്, നല്ല കാറ്റുമുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റിൽ കാണാൻ ഓക്കെയാണ്. വെയിലും കുറവായിട്ട് കാണുന്നതിൽ ഓക്കെയാണ്. കുറവായതുകൊണ്ട് നൈസാണ്. ബാക്കിൽ പാടം കാര്യങ്ങൾ ഇത് കണക്ക് ഒരുപാട് പാടങ്ങൾ അങ്ങോട്ടൊക്കെ ഉണ്ട് ഗൈസ്. ഒരെണ്ണം മാത്രമല്ല, ഒരുപാട് പ്രോപ്പർ സൂര്യകാന്തി പാടം നമ്മൾ റീലിലൊക്കെ കാണുന്ന പാടം. അവിടെ നമ്മളിങ്ങനെ പോയപ്പോഴേക്ക് അവിടെ വലുതായിട്ടൊന്നുമില്ല, കൂടുതലും ആളായിരുന്നു. പൂവും കാര്യങ്ങളൊക്കെ കുറവാണ്. അതുകൊണ്ട് അപ്പുറത്ത് ഫുള്ള് ചോളപ്പാടമാണ്. അതാണ്ട് ഇതൊക്കെ ചോളപ്പാടമാണ്. അതിന് ഇപ്പുറത്തായിട്ടാണ് സൂര്യകാന്തി പാടം വരുന്നത് ഗൈസ്. അതെ, ഷാനോൺ എന്താ അവിടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മളെ ക്ലൈൻറ്റ് ഗൈസ്. നിങ്ങൾ വിചാരിക്കും പയ്യൻ വലിയ കാര്യത്തിൽ വീഡിയോ എടുക്കുകയാണെന്ന്. സംഭവം അതല്ല, ഇവിടെ റീലിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഗൈസ്. അവിടെ ഇവിടെ റീൽ എടുത്ത് കൊടുക്കുകയാണ്. റീലിലെ ഫോട്ടോ എന്തോരം എടുത്ത് കൊടുക്കുകയാണ് ഗൈസ്. നമ്മൾ ഈ സ്പോട്ടിൽ നിന്ന് പോയിട്ട് തോന്നില്ല. വിദൂരതയിൽ നിന്ന് നമ്മുടെ അടുത്ത് പോകാൻ പറയുന്നത് സംഭവം. അതുകൊണ്ട് നമ്മൾ പോവുകയാണ്. തലേന്നൊക്കെ തോർത്തൊക്കെ എടുത്ത് ഇനിയിപ്പം കൂടുതൽ സീനാകുന്നതിന് മുമ്പ് നമുക്ക് പോവാം ഗൈസ്. നമ്മൾ അപ്പുറത്തെ ലൊക്കേഷനിൽ നിന്ന് ഇവിടെ തൊട്ട് വന്നിരിക്കണം. അതാണ്ട് ഇവിടുത്തെ കുറച്ച് ഈ സൂര്യകാന്തി പാടത്ത് വന്നിരിക്കണം. ഇവിടെ കയറണമെങ്കിൽ നമ്മൾ 25 രൂപ, ഒരാൾക്ക് 25 വെച്ച് ഈ അമ്മൂമ്മയ്ക്ക് കൊടുക്കണം. കണ്ട അവിടെ നമ്മൾ ഫ്രീ ആയിട്ട് കയറി. ഇൻ കേസ് ഇവിടെ ഈ 25 വെച്ച്, ഒരാൾക്ക് 25 വെച്ച് നമ്മൾ ഇവിടെ കയറേണ്ടി വരും. ഗൈസ്, നിങ്ങൾ ഈ പയ്യെ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നതാണെന്ന് വിചാരിക്കും ഇവിടെ കപ്പിൾ ഇവിടെ നിൽപ്പുണ്ടെന്ന്. പക്ഷെ കപ്പിൾ നമുക്ക് കാണാൻ പറ്റാതെ വിദൂരതയിലാണ്. വേണേൽ കാണിച്ചത്. അതുകൊണ്ട് മാർക്ക് ചെയ്ത് കാണിക്കണം. അതായത് ഇവിടെ ഉണ്ട് ഗൈസ്. വൺ മോർ വേണമെന്നാണ് പറയുന്നത്. വല്ലതും കിട്ടിയാന്ന് ദൈവത്തിനറിയാം ഗൈസ്. പയ്യന്റെ ഫ്രെയിം നോക്കാം നമുക്ക്. പയ്യൻ മാസ്മരിക ഫ്രെയിമാണ്. ഫിലിം മേക്കർ എന്ന് പേരിൽ മാത്രമല്ല കാണിക്കുന്ന പയ്യനാണ്. ഏതായിട്ടാ ഫ്രെയിം? അതിന്റെ ഇടയിൽ കയറുന്ന ഷാനു വർക്കില് ഗൈസ്. ഒരു പയ്യനെ ഞങ്ങൾ കാണിച്ചു തരും ഗൈസ്. ഗൈസ്, ഒരു പയ്യനെ കാട്ടിൽ നിന്ന് പൊക്കി താണ്ടിരിക്കുന്നു. ഹലോ ഗൈസ്. അപ്പോൾ വെൽക്കം ബാക്ക്. നമ്മൾ 3-3.5 മണിക്കൂറത്തെ യാത്രയ്ക്കൊടുവിൽ അവസാനം നമ്മൾ സുന്ദരപാണ്ടിപുരത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ സൂര്യകാന്തി പാടത്താണ് നമുക്ക് ഇന്ന് ഷൂട്ട് വന്നിരിക്കുന്നത്. സംഭവം ഇവിടെ അടിപൊളി ലൊക്കേഷൻ ഗൈസ്. അതിൻ്റെ ബാക്കിലൊക്കെ ചോളവും സൂര്യകാന്തി പാടവുമാണ്. നമ്മൾ ഒരു 2-2:30 മണിയൊക്കെ ആയപ്പോഴേക്ക് ഫുഡും കഴിച്ച് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഗൈസ്. നമ്മളെ ക്ലൈൻറ്റിൻ്റെ ഫോട്ടോഷൂട്ടിന് ശേഷം നമ്മുടെ പയ്യന്മാരെ ഫോട്ടോഷൂട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മാമൻ നല്ല ഉള്ളിയൊക്കെ വിൽക്കുന്നുണ്ട്. നിങ്ങള് എവ്വളോ മാമ? 4 കിലോ 100 രൂപ. 4 കിലോ ഉണ്ട്. ഇപ്പൊ ഇല്ല. അതേപോലെ പൊടി ഉള്ളി 3 കിലോ 100 രൂപ. കൊരക്ക 1 കിലോ 30 രൂപ. 20 രൂപ. കൊരക്ക 20 രൂപ. ഇത് എന്ത് റോഡ്? ചൊരണ്ട റോഡ്. തെങ്കാശി ചൊരണ്ട റോഡ് ഗൈസ്. ഇവിടെ ഉള്ളിയുണ്ട്, വെണ്ടയ്ക്ക ഇരിപ്പുണ്ട്, തക്കാളി ഇരിപ്പുണ്ട്, എല്ലാം ഉണ്ട്. അടിപൊളിയാണ്. നമ്മുടെ മാമൻ ബീട്രൂട്ടും എല്ലാം ഇരിപ്പുണ്ട് കിടക്കുന്ന. ഈ മാമന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ മാമൻ അടിപൊളി സാധനങ്ങളൊക്കെ തരും. മാമന്റെ പേരെന്തോ? മാമ സുപ്പയ്യ വേലമ്മ. ഈ മാമ കേട്ടാ ഒരു ഹായോട് മാമ. ഹായോട്. ഓക്കെ എല്ലാരും വരും.
ഗൈസ് അപ്പൊ ഇതാണ് റോഡ്. അതെ നമ്മളത് വീഡിയോ എൻ്റെ പേര്. ഗായ്സ് ഇപ്പൊ സമയം 6:53 ആയിരിക്കണം. അപ്പൊ നമ്മുടെ ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഇവിടെ കുറച്ച് ഇരുട്ടിയൊക്കെ ചെയ്ത് കണ്ടേ നമ്മള് ഇനിയിപ്പം തിരിച്ച് വർക്കലയിലേക്ക് പോവുകയാണ് ഗായ്സ്.